ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. എവിടെയാണ് ഈശ്വരൻ്റെ വാസസ്ഥാനം? അത് നാം ലോകം മുഴുവൻ തെരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എവിടെ പോയാലാണ്, എന്ത് ചെയ്താലാണ്, എങ്ങനെയാണ് അത് നമുക്ക് അതെന്താണ്? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വ്യക്തിയല്ല. നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ആനന്ദം അല്ലെങ്കിൽ സന്തോഷം, സംതൃപ്തി, പൂർണ്ണത, ഇതെല്ലാം നിറഞ്ഞിരിക്കുന്നത് എന്തോ അതാണ് ഈശ്വരൻ. എല്ലാ ജീവജാലങ്ങളും ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയാണ്. എന്നാൽ അതെന്താണെന്ന് മാത്രം അറിയില്ല. അത് തനിക്ക് അനുഭവിക്കണം. താൻ അറിയുന്നത് എല്ലാം അതാണ്. അത് കിട്ടിയാൽ, ഇത് കിട്ടിയാൽ, അത് ചെയ്താൽ, ഇത് ചെയ്താൽ എനിക്ക് പൂർണ്ണത കൈവരും എന്ന് കരുതി ഈ ജനനം മുതൽ മരണം വരെ അതിനുള്ള പ്രയത്നങ്ങളാണ്. എന്നാൽ അത് ലഭിക്കുന്നുണ്ടോ? അതൊട്ട് ലഭിക്കുന്നുമില്ല. മരണം വരെ പരിശ്രമം മാത്രമേ ബാക്കിയുള്ളൂ. എന്തുകൊണ്ട്? അതെവിടെയാണ് എന്ന അറിവ് ലഭിക്കാത്തത് കൊണ്ട്. അതുകൊണ്ട് ഒരു കവി പറയുകയാണ്, ലോകരാരുമറിയാത്ത ഗൂഢമാം വേദിയാണു നിൻ വാസാഗൃഹം പ്രഭോ. കോടി ജന്മങ്ങൾ താണ്ടി ഞാനിപ്പോഴും ഓടുകയാണു നിന്നടുത്തെത്തുവാൻ. ആ ഒരു ത്വര നമുക്ക് വേണം. അതെല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതിൻ്റെ ലക്ഷ്യപ്രാപ്തി അന്യ വസ്തുക്കളിലാണ് എന്ന് മാത്രം. അതിൻ്റെ ഉത്ഭവം എവിടെയാണെന്നറിഞ്ഞ്, അതിൻ്റെ വാസസ്ഥലം എവിടെയാണെന്നറിഞ്ഞ് അവിടെ തിരഞ്ഞാൽ നമുക്കത് ലഭിക്കും. അതാണ് ലോകരാരും അറിയാത്ത ഗൂഢമാം. ഈ ലോകത്തിലുള്ള ആളുകളെല്ലാം തന്നെ അങ്ങയെയാണ് അന്വേഷിക്കുന്നത്. ആനന്ദത്തെയാണ്, സുഖത്തെയാണ്, സംതൃപ്തിയെയാണ് ആരായുന്നത്. എന്നാൽ അങ്ങ് എവിടെയാണ് ഇരിക്കുന്നത്? ആർക്കും അറിയാൻ പറ്റാത്ത ഗൂഢമായ വേദിയാണ് അങ്ങയുടെ വാസസ്ഥലം പ്രഭു. അങ്ങ് വസിക്കുന്നത് എവിടെയാണ്? വളരെ ഗൂഢമായി ആർക്കും കണ്ടെത്താൻ കഴിയാത്ത വാസസ്ഥലമാണ് അങ്ങയ്ക്കുള്ളത്. ലോകരാരും അറിയാത്ത ഗൂഢമാം വേദിയാണു നിൻ വാസാഗൃഹം പ്രഭോ. കോടി ജന്മങ്ങൾ താണ്ടി ഞാനിപ്പോഴും ഓടുകയാണു നിന്നടുത്തെത്തുവാൻ. അനവധി ജന്മങ്ങൾ, അനവധി ശരീരങ്ങളിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടും എനിക്ക് അങ്ങയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോഴും ഞാൻ അതാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. അങ്ങയുടെ ആ പരിപൂർണത അനുഭവിക്കാൻ, അങ്ങയുടെ അടുത്തെത്താൻ ഞാൻ ഇപ്പോൾ ഇതെത്ര വാസ്തവമാണ്. ഒരിക്കൽ സൃഷ്ടിയിൽ മനുഷ്യൻ എല്ലാ കഴിവുകളോടും കൂടിയവരായിരുന്നു. ആ കഴിവുകൾ അവർ ദുർവിനിയോഗം ചെയ്യാൻ തുടങ്ങി. മനുഷ്യരായി കഴിയുമ്പോൾ അതാണല്ലോ, തനിക്ക് എന്തെങ്കിലും അസാധാരണ കഴിവുണ്ടെങ്കിൽ ആ കഴിവ് മറ്റുള്ളവരുടെ നേരെ പ്രയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ മറ്റു ജീവജാലങ്ങൾക്ക് സഹിക്കാൻ കഴിയാതായപ്പോൾ മനുഷ്യരുടെ ഈ കഴിവുകളെ ഒന്ന് ദുർബലപ്പെടുത്താൻ എന്താണൊരു പൊമ്മഴി എന്ന് ദേവന്മാരും എല്ലാം കൂടെ ഒരു സദസ്സ് കൂടി ആലോചിച്ചു. മനുഷ്യർ മഹാശക്തന്മാരാണ്. തപശക്തി കൊണ്ട് അവർ സർവശക്തിയും നേടിയിരിക്കുന്നു. അതുകൊണ്ട് അവർ ആ കഴിവ് അത് മറ്റുള്ളവർക്ക് ഉപദ്രവമായി മാറുന്നു. പലരും ആ അവരിലുള്ള ദിവ്യശക്തി, ആ ഈശ്വരശക്തി കടലിൻ്റെ അടിത്തട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കാം എന്ന് പറഞ്ഞു. അയ്യോ, അതും പറ്റില്ല, അവിടെയും മനുഷ്യരെത്തിച്ചേരും. എന്നാൽ ആകാശഗോളങ്ങളിൽ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി വയ്ക്കാം, അതും പറ്റില്ല. ഏത് മുക്കിലും മൂലയിലും വെച്ചാലും അവിടെയെല്ലാം എത്തിച്ചേരാൻ മനുഷ്യന് പ്രാപ്തിയുണ്ട്. അസാധാരണമായ കഴിവോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ദേവൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യുക, മനുഷ്യൻ കണ്ടെത്താൻ കഴിയാത്ത ഒരു ഗൂഢമായ രഹസ്യസ്ഥാനമുണ്ട്. അതെവിടെയാണ്? ഓരോരുത്തരുടെയും ഹൃദയത്തിൽ, അവനവൻ്റെ ഉള്ളിൽ തന്നെ.
മനുഷ്യൻ്റെ എല്ലാ കഴിവുകളും സ്വരൂപിച്ച് അവനവനിൽ തന്നെ നിക്ഷേപിക്കൂ. അതൊരിക്കലും മനുഷ്യന് കണ്ടെത്താൻ കഴിയില്ല. മനുഷ്യൻ തിരയുന്നത് അന്യവസ്തുക്കളിലാണ്. അതാണ് കോടി ജന്മങ്ങൾ താണ്ടി ഞാനിപ്പോഴും കോടി ജന്മങ്ങൾ താണ്ടി ഞാനിപ്പോഴും ഓടുകയാണ് നിന്നടുത്തെത്തുവാൻ. അനവധി ജന്മങ്ങൾ ഞാൻ അങ്ങേ തെരഞ്ഞു, എന്നിട്ടും എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. കാരണം അത് തന്നിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഈ സത്യം മനസ്സിലായാൽ അവർ ഓടാതെ മനസ്സടക്കുമ്പോൾ ആ പരമസത്യം വെളിവായി കിട്ടും. ഇതാണ് നാം അറിയേണ്ടത്. ലോകരാരും അറിയാത്ത ഗൂഢമാം വേദിയാണു നിൻ വാസാഗ്രഹം പ്രഭോ. കോടി ജന്മങ്ങൾ താണ്ടി ഞാനിപ്പോഴും ഓടുകയാണു നിന്നടുത്തെത്തുവാൻ. അങ്ങയുടെ അടുത്തെത്താൻ ഞാനിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അങ്ങ് എവിടെയാണ് പ്രഭു? ആ ഭഗവാൻ ഇരിക്കുന്നത് ലോകം മുഴുവൻ ചുറ്റിയാലും നമുക്കത് കണ്ടെത്താൻ സാധിക്കുകയില്ല. തന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കൂ. തനിക്ക് ആ പരിപൂർണ ആനന്ദാനുഭൂതി അനുഭവവേദ്യമാകും. അതാണ് ജന്മരഹസ്യം. അതാണ് മർത്യദേഹത്തിൻ്റെ മഹത്വം. ലോകരാരും അറിയാത്ത ഗൂഢമാം വേദിയാണു നിൻ വാസഗൃഹം പ്രഭോ. കോടി ജന്മങ്ങൾ താണ്ടി ഞാൻ ഇപ്പോഴും ഓടുകയാണു നിന്നടുത്തെത്തുവാൻ.